Hi all, welcome to iPlus Training Solutions. നമ്മൾ ഇന്ന് യൂണിറ്റ് 2യുടെ MCQs ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following are chemical components of Portland cement except? അപ്പോൾ പോർട്ട്ലാൻഡ് സിമെന്റിനെ പറ്റി നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടില്ല, സോ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷനിൽ നമ്മൾ പഠിക്കും അതിന്റെ കോമ്പോസിഷൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, ഏതൊക്കെയാണ് കെമിക്കൽ കോമ്പോണൻസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ പോർട്ട്ലാൻഡ് സിമെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഏതൊക്കെയാണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് അതിൽ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ സിലിക്കൺ ഓക്സൈഡ്, ഓപ്ഷൻ ബി കാൽഷ്യം ഓക്സൈഡ്, ഓപ്ഷൻ സി ഫെറിക് ഓക്സൈഡ് ആൻഡ് ഓപ്ഷൻ ഡി കുപ്രസ് ഓക്സൈഡ്. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കുപ്രസ് ഓക്സൈഡ് ആണ്. അപ്പൊ ഈ മൂന്നെണ്ണവും ലൈക് സിലിക്കൺ ഓക്സൈഡും കാൽഷ്യം ഓക്സൈഡും ഫെറിക് ഓക്സൈഡും ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ളതാണ്. സോ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പോർഷൻ ക്ലാസ്സിൽ എടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. എന്താണ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ്? ഏറ്റവും കൂടുതലുള്ളത് കാൽഷ്യം ഓക്സൈഡ് തന്നെയാണ് 60%, ആൻഡ് ദെൻ സിലിക്കൺ ഓക്സൈഡ് ആണ് 21%, പിന്നെ അലൂമിനിയം ഓക്സൈഡ് ആണ് 7%, then ferric oxide 1 to 6%, magnesium oxide 3%, and sulfur trioxide 1 to 2.5%. സോ നമുക്ക് നമ്മൾ നോർമൽ സിമെന്റിന്റെ ഒരു കോമ്പോസിഷൻ പഠിച്ചതാണ് ക്ലാസ്സിൽ. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ കോമ്പോസിഷൻ ആണ്. അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. സോ പോർട്ട്ലാൻഡ് സിമെന്റ് ഇമ്പോർട്ടന്റ് ആണ്, കാരണം അതും കൂടുതലും കൺസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെന്റ് ആണ്. പോർട്ട്ലാൻഡ് സിമെന്റ് നമ്മൾ പഠിച്ചിരുന്നു, അത് കൂടുതലും നമ്മൾ പോർട്ട്ലാൻഡ് സിമെന്റിനെ പറ്റി പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് കോമ്പോസിഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ കോമ്പോസിഷൻ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, കാരണം ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോർട്ട്ലാൻഡ് സിമെന്റ് തന്നെയാണ്. അഗെയിൻ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ എ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്, മെയിൻ കോമ്പോണൻസ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ്സ് ആർ ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അലൂമിനിയം ഓക്സൈഡ്, ഓപ്ഷൻ ബി കാൽഷ്യം ഓക്സൈഡ്, ഓപ്ഷൻ സി മാഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് ഓപ്ഷൻ ഡി സിലിക്കൺ ഓക്സൈഡ്. ഇതിൽ ഏതോ രണ്ട് കോമ്പോണൻസ് മെയിൻ ആയിട്ടുള്ള കോമ്പോണൻസ് ആണ് പോർട്ട്ലാൻഡ് സിമെന്റിൽ. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് എ ആൻഡ് ബി ആർ കറക്റ്റ് എന്നാണ്. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് ബി ആൻഡ് ഡി ആർ കറക്റ്റ് എന്നാണ്. ഓപ്ഷൻ സി തന്നിരിക്കുന്നത് എ ആൻഡ് ഡി ആർ കറക്റ്റ് എന്നാണ്. ആൻഡ് ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് ബി ആൻഡ് സി ആർ കറക്റ്റ് എന്നാണ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആയിട്ടുള്ള ബി ആൻഡ് ഡി ആർ കറക്റ്റ് മീൻസ് കാൽഷ്യം ഓക്സൈഡും സിലിക്കൺ ഓക്സൈഡും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ കോമ്പോണൻസ് എന്ന് പറയുന്നത് പോർട്ട്ലാൻഡ് സിമെന്റിന്റെ. സോ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, who is known as the inventor of Portland cement? പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ഇൻവെന്റർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വില്യം പോർട്ട്ലാൻഡ്, ഓപ്ഷൻ ബി വില്യം വേർഡ്വൂത്ത് ആൻഡ് ഓപ്ഷൻ സി വില്യം ഷാർട്ട്നർ ആൻഡ് ഓപ്ഷൻ ഡി വില്യം ആസ്പിൻ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി വില്യം ആസ്പിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ വില്യം പോർട്ട്ലാൻഡ് ഒന്നും എഴുതാണ്ട് ഇരിക്കുക, ആൻസർ വരുന്നത് വില്യം ആസ്പിൻ ആണ്, മാറിപ്പോയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, lime is also called limestone. Limestone is also called calcium oxide. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ both S1 and S2 are correct, and option B both S1 and S2 are not correct. Option C S1 is correct but S2 is not correct. Option D S1 is not correct but S2 is correct. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലൈമിനെ നമ്മൾ ലൈം സ്റ്റോൺ എന്ന് വിളിക്കും, ലൈം സ്റ്റോണിനെ നമ്മൾ കാൽഷ്യം ഓക്സൈഡ് എന്നും വിളിക്കും. ഈ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണോ അല്ലയോ ആലോചിച്ച് നോക്കിയേ. ലൈം സ്റ്റോണിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, അതുപോലെ ലൈമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് എന്ന് ആലോചിച്ച് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും എന്താണ്, റോങ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ലൈം എന്ന് പറയുന്നതിനെ നമ്മൾ ലൈം സ്റ്റോൺ എന്ന് വിളിക്കും എന്നാണ്. പക്ഷെ ലൈം എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ ബേൺ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. സോ രണ്ടും എന്താണ്, ഡിഫറെന്റ് ആണ്. ലൈം സ്റ്റോണിനെയാണ് നമ്മൾ എന്താ വിളിക്കുക, കാൽഷ്യം കാർബണേറ്റ് എന്ന് വിളിക്കുന്നത്. ലൈമിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ലൈമിനെയാണ് നമ്മൾ കാൽഷ്യം ഓക്സൈഡ് എന്ന് വിളിക്കുന്നത് അല്ലെ. സോ ദാറ്റ് ഈസ് വാട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും റോങ് ആണെന്നാണ് ആൻസർ വരിക.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The cortex derives its major forensic importance because it is embedded with pigment granules that gives hair its. So കോർട്ടെക്സിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. കോർട്ടെക്സ് കൊണ്ട് കോർട്ടെക്സിൽ പിഗ്മെന്റ് ഗ്രാന്യൂൾസ് പ്രസന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഈ പിഗ്മെന്റ് ഗ്രാന്യൂൾസ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് ലെങ്ത് ആണ്. ഓപ്ഷൻ സി കളർ ആണ്. ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് ലെങ്ത് ആൻഡ് സ്ട്രെങ്ത്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? Yes, pigments main ആയിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? So the answer will be option C, color. And next question നോക്കാം. Primordial, lanugo, vellus and terminal are the types of. ഇതൊക്കെ ഏത് ടൈപ്പിന്റെ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഹെയറിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആനിമൽ ഹെയർ, ഓപ്ഷൻ ബി ഹ്യൂമൻ ഹെയർ, ഓപ്ഷൻ സി നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി സിന്തറ്റിക് ഫൈബേഴ്സ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരാ? ഇറ്റ്സ് ഹ്യൂമൻ ഹെയർസ് ആണ്. ഓരോന്നും നമുക്ക് നോക്കാം. പ്രൈമോഡിയൽ ഹെയർസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അപ്പിയർ ആസ് ഏർലി ആസ് ദ ബിഗിൻ ഓഫ് തേർഡ് മന്ത് ഓഫ് ഗെസ്റ്റേഷൻ. തേർഡ് മന്ത് തന്നെ ഗെസ്റ്റേഷന്റെ തേർഡ് മന്തിലെ അത് എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് അപ്പർ ലിപ്പ്, ഐബ്രോസ്, പാംസ് അതുപോലെ തന്നെ സോൾസിലൊക്കെയാണ് ഫീറ്റസിന്റെ ഇത് ഗ്രോ ചെയ്യുക. ഒരു 9 to 22 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഇത് സ്റ്റാർട്ട് ചെയ്യും. ഇനി ലാനുഗോ ഹെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ബോൺ ഉണ്ടാവുന്ന ഹെയർസ് ആണ്. അപ് ടു ഒരു 6 month ഓഫ് ഗസ്റ്റേഷൻ വരെയൊക്കെ ഉണ്ടാവും. ഡൗണി, സോഫ്റ്റ്, നോൺ പിഗ്മെന്റഡ് ആയിട്ടുള്ള നോൺ മെഡുലേറ്റഡ് ഹെയർസ് ആണ്. ഒരു 36 to 40 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അത് പോവുകയും ചെയ്യും. സോ 6 month to 36 വരെയാണ്, അല്ലെങ്കിൽ 36 വരെ, അല്ലെങ്കിൽ 36 to 40 വീക്സ് വരെയാണ് അത് ഉണ്ടാവുക. 6 month to അല്ല, 36 to 40 വീക്സ് വരെയാണ് അത് ഉണ്ടാവുക. വെല്ലസ് ഹെയർസിന്റെ കേസ് പറയുകയാണെങ്കിൽ അത് ഷോർട്ട്, തിൻ, ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള നമ്മൾ പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റാത്ത ടൈപ്പ് ഹെയർസ് ആണ്. ദെൻ ലാസ്റ്റ് ആണ് ടെർമിനൽ ഹെയർ എന്ന് പറയുന്നത്. അത് അഡൾട്ട് ഹെയർ ആണ്, വിച്ച് ഇസ് സിമുലേറ്റഡ് ബൈ ആൻഡ്രോജൻസ് ആണ്. ആൻഡ്രോജൻസ് സിമുലേറ്റ് ചെയ്തുണ്ടാവുന്ന അഡൾട്ട് ഹെയർ ആണ് ടെർമിനൽ ഹെയർ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് ടൈപ്സ് ഓഫ് ഹ്യൂമൻ ഹെയർസ് ആണ്. പ്രൈമോഡിയൽ, ലാനുഗോ, വെല്ലസ് ആൻഡ് ടെർമിനൽ ഹെയർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഈ ഹെയർസിന്റെ ഗ്രോത്തും അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും എങ്ങനെയൊക്കെ ആണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അടുത്തത് നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ലാനുഗോ ഹെയർസ് ആർ സീൻ ഇൻ. ലാനുഗോ ഹെയർസ് ആരിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ന്യൂ ബോൺ, ഓപ്ഷൻ ബി ചൈൽഡ് അപ് ടു 6 month ഓൾഡ്, ഓപ്ഷൻ സി ചൈൽഡ് അപ് ടു 36 week ഓൾഡ്, ഓപ്ഷൻ ഡി ബോത്ത് 1 and 2. ഏതായിരിക്കും ആൻസർ വരിക? യെസ്, നമ്മൾ പഠിച്ചല്ലേ ഉള്ളൂ. ഓപ്ഷൻ ഡി ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ഒരു അസേർഷനും റീസണും ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അസേർഷൻ നോക്കാം. ഹെയർ എവിഡൻസ് മേ പ്ലേ എ റോൾ ഇൻ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ. റീസൺ എന്താ കൊടുത്തിരിക്കുന്നത്? ഫോർ ഇറ്റ്സ് എബിലിറ്റി ടു റിറ്റെയിൻ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഹെയർ പഠിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് സെന്റൻസ് പഠിച്ചത് അതിന്റെ റെസിസ്റ്റിവിറ്റി, അതിന്റെ സ്റ്റെബിലിറ്റിനൊക്കെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോറൻസിക് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അസേർഷനും റീസണും എങ്ങനെയായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. ബോത്ത് എ ആൻഡ് കറക്റ്റ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ബി എ ഈസ് കറക്റ്റ് ആൻഡ് ആർ ഈസ് ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ആർ ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി എ ഈസ് ഇൻകറക്റ്റ് ആൻഡ് ആർ ഈസ് കറക്റ്റ് എന്നാണ്. സോ ഏതായിരിക്കും ആൻസർ വരാം? നമുക്കറിയാലോ, ഈസി ആണ്. ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആണ്. കാരണം ഹെയറിനെ നമ്മൾ അതൊരു ഇമ്പോർട്ടന്റ് എവിഡൻസ് ആയിട്ട് കണക്കാക്കുന്നത് തന്നെ അതിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ ഡ്യൂറബിലിറ്റി, റെസിസ്റ്റൻസ് ഒക്കെ കാരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ആണ്. ഫൈബേഴ്സ് obtained from animals or plants may also be called as. അനിമൽസ് നിന്നും പ്ലാന്റ്സ് നിന്നൊക്കെ കിട്ടുന്ന ഫൈബേഴ്സിനെ നമ്മൾ എന്താണ് വിളിക്കുക? നമ്മൾ മേജർലി ഫൈബേഴ്സിനെ 2 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു, സിന്തറ്റിക് ആൻഡ് നാച്ചുറൽ ഫൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്തു. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സിന്തറ്റിക് ഫൈബർ, ഓപ്ഷൻ ബി നാച്ചുറൽ ഫൈബർ, ഓപ്ഷൻ സി മാൻമെയ്ഡ് ഫൈബർ ആൻഡ് ഓപ്ഷൻ ഡി റീജനറേറ്റഡ് ഫൈബർ. ഏതായിരിക്കും ആൻസർ വരിക? കോഴ്സ് ആൻസർ എന്താണ് വരിക? നാച്ചുറൽ ഫൈബർ ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Dash is an interlocked fiber that is suitable for the production of textiles, knitting and sewing. ഇപ്പൊ knittingനും സീവിങ്ങിനും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇന്റർലോക്ക്ഡ് ഫൈബർ ആണ്. ഓപ്ഷൻ എ ഫൈബർ, ഓപ്ഷൻ ബി ഫാബ്രിക് ഫൈബർ, ഓപ്ഷൻ സി yarn and option D all of the above.
ഡാഷ് ഈസ് ആൻ ഇന്റർലോക്ഡ് ഫൈബർ. എന്തായാലും ഫൈബർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരില്ല അല്ലേ. പിന്നെ വന്നത് ഏതാണ്? യാൺ അല്ലെങ്കിൽ ഫാബ്രിക് ഏതെങ്കിലും ആണ്. ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക നോക്കാം. ഓപ്ഷൻ സി യാൺ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഫൈബർ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ വരാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും. നമുക്ക് ഓൾറെഡി ആ ഓപ്ഷൻസിന് ക്ലിയർ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. സോ അതും ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. നെക്സ്റ്റ് നോക്കാം. ഫ്ലാക്സ് ഫൈബർ ആണ്. ഫ്ലാക്സ് ഫൈബർ ഈസ് ഡെറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ്. ദ പാർട്ട് ഓഫ് പ്ലാന്റ് ഈസ് എന്ന് പറഞ്ഞാൽ ഫ്ലാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഫൈബർ ആണ്. അത് പ്ലാന്റിന്റെ ഏത് പാർട്ടിൽ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. എ സീഡ്, ബി സ്റ്റെം, സി ലീഫ് ആൻഡ് ഡി റൂട്ട്. ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി സ്റ്റെം ആണ് ഫ്ലാക്സ് ഫൈബർ എന്ന് പറയുന്നത്. ലിനം ഫുസിറ്റാസിമം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ സ്റ്റെമ്മിൽ നിന്ന് കിട്ടുന്നതാണ്. സോ ഫ്ലാക്സ് ഫൈബർ എന്ന് പറയുന്നത് സ്റ്റെമ്മിൽ നിന്ന് കിട്ടുന്ന ഫൈബർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Any disintegrated material, natural or artificial, that lies on or near the earth's surface is better known as. ഇത് ഏത് സാധനത്തിന്റെ ഡെഫിനിഷൻ ആണെന്ന് നമ്മൾ നോക്കണം. ഓപ്ഷൻ എ മിനറൽ, ഓപ്ഷൻ ബി റോക്ക്, ഓപ്ഷൻ സി സോയിൽ, ഓപ്ഷൻ ഡി ലവ. നമ്മൾ ഇതിൽ ആകെ സോയിലിനെ പറ്റി മാത്രമേ പഠിച്ചിട്ടുള്ളൂ യൂണിറ്റിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. ബട്ട് എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി സോയിലിന്റെ കുറെ ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡെഫിനിഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ സി സോയിൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സോയിൽ regulated from various processes such as effects of place, environment and history is called. അപ്പോൾ ഒരു സോയിൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത് പല പ്രോസസ്സ് വഴിയാണ് ഉണ്ടാവുന്നത്. സോ ആ ഒരു പ്രോസസ് ലൈക്ക് എഫക്ട്സ് ഓഫ് പ്ലേസ്, എൻവിറോൺമെന്റ്, ഹിസ്റ്ററി, ഇതിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പെഡോളജി, ഓപ്ഷൻ ബി മിനറോളജി, ഓപ്ഷൻ സി പാലിൻജെനസിസ്, ഓപ്ഷൻ ഡി പെഡോജെനസിസ്. സോ ഏതായിരിക്കും ആൻസർ വരിക? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ഡി പെഡോജെനസിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രോസസ് ഇവേറ്റ്സ് ദ സോയിൽ ഫോർമേഷൻ? ഏതൊക്കെ പ്രോസസ് ആണ് സോയിൽ ഫോർമേഷൻ തടയുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വെതറിംഗ്, ഓപ്ഷൻ ബി വാട്ടറിംഗ്, ഓപ്ഷൻ സി എറോഷൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? യെസ്, ഓൾ ഓഫ് ദ അബവ് ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ 15. സോയിൽ അഗ്രിഗേറ്റ്സ് നാച്ചുറലി into a structural unit. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റോക്സ്, ഓപ്ഷൻ ബി പെറ്റ്സ്, ഓപ്ഷൻ സി കോഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ആൻസർ വരുന്നത് ഏതാണ്? ഏതായിരിക്കും? ഓപ്ഷൻ ബി പെറ്റ്സ് ആണ് കറക്റ്റ് ആൻസർ. സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് സോയിൽ അഗ്രിഗേറ്റ്സ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്രാനുലർ മെറ്റീരിയൽ ഓഫ് സോയിൽ ഹാസ് ദ ലാർജസ്റ്റ് ഡയമീറ്റർ? ഇതിൽ ഏതിനാണ് ലാർജസ്റ്റ് ഡയമീറ്റർ ഉള്ളത്? നമ്മൾ സോയിലിനെ പല സാൻഡ് ആയിട്ടും സിൽട്ട് ആയിട്ടും ക്ലേ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഡയമീറ്റർ ഉണ്ടാവുക? സിമ്പിൾ ആണ്. ഓപ്ഷൻസ് നോക്കാം. ക്ലേ, സാൻഡ്, സിൽട്ട് ആൻഡ് ബോത്ത് 2 and 3 ആർ സെയിം. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി സാൻഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ ക്വസ്റ്റ്യൻ ഇത് തന്നിട്ടുണ്ട്, നമുക്ക് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. സാൻഡ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്രാനുലർ പാർട്ടിക്കിൾ. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 2 തൊട്ട് 0.05 mm ഇൻ ഡയമീറ്റർ ആണ്. പിന്നെ നെക്സ്റ്റ് സിൽട്ട് ആണ്. സിൽട്ടിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 0.05 തൊട്ട് 0.002 mm വരെയാണ്. ആൻഡ് ക്ലേ ആണ്. ക്ലേ എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോളർ ആണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് സ്മോളർ ദാൻ 0.002 mm ആണ്. സോ ഈ മൂന്ന് കാര്യങ്ങളുടെയും ഒരു മെഷർമെന്റ് ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഡയമീറ്ററിന്റെ വാല്യൂ തന്നിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതാണ് ഏറ്റവും വലിയ ഡയമീറ്റർ ഉള്ളതെന്നും ഏതാണ് ഏറ്റവും ചെറുതെന്നുള്ളതിന്റെയും ഓർഡറും നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17th ക്വസ്റ്റ്യൻ ആണ്. ഫോളോവിങ് പെയിന്റ് സൊല്യൂഷൻ ഫോംസ് എ ഫിലിം ബൈ ക്രോസ് ലിങ്കേജിങ് ഓഫ് ദെയർ കോമ്പോണൻസ്. ക്രോസ് ലിങ്കേജിങ് വഴി നമുക്ക് ഫിലിം ഫോം ചെയ്യുന്ന പെയിന്റ് സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഇനാമൽ പെയിന്റ്, ഓപ്ഷൻ ബി ലാക്വർ ആൻഡ് ഓപ്ഷൻ സി ലാറ്റക്സ്, ഓപ്ഷൻ ഡി ബോത്ത് 1 and 3. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ഇനാമൽ ആണ് ക്രോസ് ലിങ്കേജ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് വഴി ഫിലിംസ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിഗ്മെന്റ്സ് ഓഫ് ഗ്രീൻ കളർ പെയിന്റ് ആർ ഒബ്റ്റൈൻഡ് ആസ് എവിഡൻസ്. വാട്ട് ഈസ് മോസ്റ്റ് പ്രിഡോമിനന്റ്ലി ദ ഒറിജിൻ ഓഫ് പിഗ്മെന്റ്? സോ പിഗ്മെന്റ്സ്, ഗ്രീൻ കളർ പിഗ്മെന്റ്സിന്റെ ഒറിജിൻ കൂടുതലും എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്.
Option A organic, option B inorganic, option C semi-synthetic organic inorganic mixture. ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് 50% ഓർഗാനിക് ആവാം അല്ലെങ്കിൽ 50% ഇൻഓർഗാനിക് എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ പിഗ്മെന്റ്സിന്റെ കേസിൽ ഇവിടെ ഗ്രീൻ പിഗ്മെന്റ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീൻ കളർ ആയിട്ടുള്ള പിഗ്മെന്റ്സ് കൂടുതലും ഓർഗാനിക് ആയിരിക്കും പ്രിഡോമിനന്റ്ലി. അതുപോലെ തന്നെ വൈറ്റ് യെല്ലോ റെഡ് ഒക്കെ ഇൻഓർഗാനിക്കും ആയിരിക്കും. അപ്പൊ ഈ രണ്ടെണ്ണം ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. ഇവിടെ നമ്മുടെ ഗ്രീൻ ചോദിച്ചുകൊണ്ട് അതിന്റെ ആൻസർ ഓഫ് കോഴ്സ് ഓപ്ഷൻ എ ഓർഗാനിക് ആയിരിക്കും ആൻസർ വരിക. നെക്സ്റ്റ് നോക്കാം, അസോർഷനും റീസണും ആണ്. Assertion എന്താ? In common paint applications, pigment are expensive, so they are adjusted by adding more solvent to paint without losing its color. Solvent adds opacity, viscosity and hiding ability of paint. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കോമൺ ആയിട്ടുള്ള പെയിന്റ് ആപ്ലിക്കേഷൻസിൽ പിഗ്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ സോൾവെന്റ് ആഡ് ചെയ്യും അതിന്റെ കളർ പോവാണ്ട് തന്നെ. സോൾവെന്റ് ആഡ് ചെയ്താലുള്ള ഗുണം ഒപ്പാസിറ്റിയും വിസ്കോസിറ്റിയും ഹൈഡിങ് എബിലിറ്റി ഒക്കെ കൂട്ടും എന്നാണ്. സോ ഈ രണ്ടെണ്ണം കറക്റ്റ് ആണോ നോക്കാം. ഓപ്ഷൻസ് നോക്കാം. A is correct but R is incorrect. Both A and R are incorrect. R is correct but A is incorrect. ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് both A and R are correct എന്നാണ്. ഏതായിരിക്കും ആൻസർ വരിക? സോൾവെന്റ്സ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് പെയിന്റ് ആയിട്ട് ബാക്കിയുള്ള സബ്സ്റ്റൻസസ് നല്ലപോലെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അല്ലാണ്ട് പിഗ്മെന്റ്സിന് പകരം യൂസ് ചെയ്യുന്നത് ഏതാണ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ആൻസർ നോക്കാം. ആൻസർ വരാന്നുണ്ടെങ്കിൽ രണ്ടും ഇൻകറക്റ്റ് ആണ്. സോ എക്സ്പ്ലനേഷൻ നോക്കിയേ. എക്സ്റ്റെൻഡേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. എക്സ്റ്റെൻഡേഴ്സ് ആണ് നമ്മൾ കളർ അഡ്ജസ്റ്റ് ചെയ്യാനും പിഗ്മെന്റ്സ് ഒക്കെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എക്സ്റ്റെൻഡേഴ്സ് എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ഇൻ നേച്ചർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ പിഗ്മെന്റ്സിനും ചീപ്പായിട്ട് അതിന് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് എക്സ്റ്റെൻഡേഴ്സ് ആണ് ഒപ്പാസിറ്റിയും അതുപോലെ തന്നെ വിസ്കോസിറ്റിയും ഹൈഡിങ് എബിലിറ്റി ഒക്കെ ആഡ് ചെയ്യുന്നത്. സോ ദർ ഇസ് സോൾവെന്റ്സ് അല്ല അവിടെ എക്സ്റ്റെൻഡേഴ്സ് ആണ് വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അസർഷനും റീസണും കറക്റ്റ് ആണെന്ന് പറയാം. ചിലപ്പോൾ അടുത്ത ടൈം ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ എക്സ്റ്റെൻഡേഴ്സ് തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നോക്കാം. എക്സ്റ്റെൻഡേഴ്സ് ആണ്, സോൾവെന്റ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്റ്റെൻഡേഴ്സ് ആർ ചീപ്പർ ദാൻ പിഗ്മെന്റ്സ് ആൻഡ് മേജർലി മെയ്ഡ് അപ്പ് ഓഫ്. എന്തുകൊണ്ടാണ് എക്സ്റ്റെൻഡേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓർഗാനിക് ആണ്, ഓപ്ഷൻ ബി ഇൻഓർഗാനിക്, ഓപ്ഷൻ സി സെമി സിന്തറ്റിക് ഓർഗാനിക് ഇൻഓർഗാനിക് മിക്സ്ചർ ആൻഡ് ഓപ്ഷൻ ഡി 50% ഓർഗാനിക് ആൻഡ് 50% ഇൻഓർഗാനിക്. എക്സ്റ്റെൻഡേഴ്സ് ചീപ്പർ ആണ്. അപ്പൊ ആലോചിച്ച് നോക്കിയേ എന്തുകൊണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇൻഓർഗാനിക് ഇൻ നേച്ചർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Forming cross linkage bond in enamel paints are governed by. എങ്ങനെയാണ് ക്രോസ് ലിങ്കേജ് ബോണ്ട്സ് ഫോം ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി ഓക്സിഡേഷൻ, ഓപ്ഷൻ സി ഇനീഷ്യേറ്റേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. നമ്മൾ പറഞ്ഞായിരുന്നു ക്രോസ് ലിങ്കേജ് ഒക്കെ ഫോം ചെയ്തിട്ടാണ് ഇനാമൽ പെയിന്റ്സ് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ. സോ ഇത് ഫോം ചെയ്യുന്നത് ഏതൊക്കെ പ്രോസസ്സ് വഴി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. യെസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇനാമൽ പെയിന്റ്സ് ഫോം ക്രോസ് ലിങ്കേജ് ബൈ എങ്ങനെയൊക്കെയാണ്. മെയിൻ ആയിട്ട് 3 പ്രോസസ്സ് ആണുള്ളത്. എലവേഷൻ ഓഫ് ടെമ്പറേച്ചർ, എക്സ്പോസ് ടു എയർ ടു കോസ് ഓക്സിഡേഷൻ ആൻഡ് സ്പെഷ്യൽ ഇനീഷ്യേറ്റേഴ്സ്. ഈ 3 കാര്യങ്ങളാണ് അതിലുള്ളത്. സോ ഓൾ ഓഫ് ദി അബവ് ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് റിലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതല്ലാണ്ടും വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ട്രേസ് എവിഡൻസസ് ആണ് നമ്മൾ കൂടുതലും കവർ ചെയ്തത്. ഹെയർ, പെയിന്റ്, അതുപോലെ തന്നെ സോയിൽ, സിമെന്റ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫിസിക്കൽ എവിഡൻസസ്, ഏതൊക്കെ ടൈപ്സ് എവിഡൻസസ് ആണ്, ക്രെയിംസീന്റെ ടൈപ്സ് പഠിച്ചു, പിന്നെ എങ്ങനെയൊക്കെയാണ് കളക്ഷൻ, അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ കുറെ സ്കെച്ചിങ് മെത്തേഡ്സ് പഠിച്ചു. സോ ഇതെല്ലാം നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് തന്നെയാണ്. ഓരോ പോർഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ആൻസർ 100% നമുക്ക് കിട്ടും. സോ താങ്ക് യു.